തൃശൂരിൽ വോട്ടുചോരി വിവാദത്തിൽ ന്യൂസ് മലയാളം തുടരുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുതകൾ. തൃശൂരിൽ ഇല്ലാത്ത ഫ്ളാറ്റിന്റെ വ്യാജ മേൽവിലാസം ഉപയോഗിച്ചും വോട്ട് ചേർക്കൽ. അയ്യന്തോൾ ഉദയനഗറിലെ ചേലൂർ കൺട്രി കോഡ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ 13A ഫ്ളാറ്റിൽ താമസിക്കുന്ന രാമദാസ് PC, മായ രാമദാസ് എന്നിവരെ തിരഞ്ഞ് ഞങ്ങളുടെ വാർത്താ സംഘമെത്തി. ഫ്ളാറ്റിനെ കുറിച്ച് സെക്യൂരിറ്റി ജീവനക്കാരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഫ്ളാറ്റ് ഇല്ലെന്നാണ് മറുപടി. ഈ 39 എന്നുള്ള ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. 39 എന്ന ഫ്ലാറ്റ് ഇല്ല. ഇവിടെ ഉള്ളത് പിന്നെ GA1 GA2 ഇങ്ങനെ നമ്പറുള്ള ഫ്ലാറ്റാണ്. അല്ല ഇവിടെ കൊടുക്കാനുമില്ല അങ്ങനെ 39 നമ്പറായിട്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്പറായിട്ട് നമ്പറായിട്ടുള്ള ഫ്ലാറ്റ്. ഫ്ളാറ്റ് വാടകയ്ക്ക് എന്ന പേരിൽ ഞങ്ങളുടെ വാർത്താ സംഘം വീണ്ടും ചോദ്യം ആവർത്തിച്ചെങ്കിലും സെക്യൂരിറ്റി ജീവനക്കാരൻ അങ്ങനെ ഒരു ഫ്ളാറ്റ് ഇല്ലെന്ന് തറപ്പിച്ചു പറയുകയായിരുന്നു. വീഡിയോ കോൾ ഒന്ന് കൊടുത്തേ. 13 അങ്ങനെ ഇല്ല. ഇവിടെ GA1 GA2 അങ്ങനെ 4 വരെ, പിന്നെ അതുപോലെ B പിന്നെ ഷോട്ടിന് GF അങ്ങനെയൊക്കെയുള്ള. ഒടുവിൽ ഉറപ്പിക്കാനായി ചേലൂരിലെ ഫ്ളാറ്റ് വിശദാംശങ്ങളും പങ്കുവച്ചു. യിലെ വോട്ടർമാരുടെ എപിക് ID ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നടത്തിയ അന്വേഷണത്തിൽ ഇരുവർക്കും തൃശൂർ മണ്ഡലത്തിൽ വോട്ടില്ലെന്നുറപ്പിച്ചു. അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങളുമായി ലെവിൻ K വിജയനാണ് ചേർന്നത്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് കള്ളവോട്ടുകൾ ചേർക്കപ്പെടുന്നു, എത്ര കള്ളവോട്ടുകൾ എന്നുള്ളതായിരുന്നുവെങ്കിൽ അതിന് ഇവരൊക്കെ നൽകിയിരുന്ന പ്രതിരോധം, ഇവരുടെ കയ്യിലൊക്കെയും ഒരു വാടക ചീട്ടുണ്ടായിരുന്നു, ഈ താമസിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇതിപ്പോ ഒരു ഫ്ലാറ്റേ ഇല്ല അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ വാർത്തകളെ നേരിയ തോതിലെങ്കിലും പ്രതിരോധിക്കാൻ പലർക്കുമായി, പ്രത്യേകിച്ച് BJP നേതാക്കൾക്ക് അടക്കം പലർക്കും ഇത്തരത്തിൽ പ്രതിരോധിക്കാനായി. എങ്കിലും അവർക്ക് വാടക ചീട്ടുണ്ട്, താൽക്കാലികമായി താമസിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരായിരുന്നു, മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ എത്തിയ ആളുകളാണ്. ആ നിലയിലാണ് തങ്ങൾ വോട്ട് ചേർത്തതെങ്കിൽ, അങ്ങനെയാണ് വിശദീകരണങ്ങൾ നൽകിയിരുന്നതെങ്കിൽ, ഇന്ന് ഇത്തവണ നമ്മൾ പുറത്തുവിടുന്ന വാർത്തയിലൂടെ വ്യക്തമാകുന്നത് തൃശ്ശൂരിൽ ഇല്ലാത്ത ഒരു ഫ്ളാറ്റിന്റെ പേരിൽ തന്നെ വോട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിലെ ബൂത്ത് നമ്പർ 36 ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളാണ് പോളിംഗ് സ്റ്റേഷൻ. അവിടെ ക്രമനമ്പർ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം ക്രമനമ്പർ 899-900 രാമദാസ് PC 13A ഫ്ളാറ്റ് ചേലൂർ, ക്രമനമ്പർ 900 മായ രാമദാസ് 13A ഫ്ളാറ്റ് ചേലൂർ എന്നിങ്ങനെ 2 പേരുടെ വോട്ടർ IDയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകളാണ്. ഈ മായ രാമദാസും രാമദാസ് PCയും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതാണ് വോട്ടർ ID പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുടെ എപിക് നമ്പർ അനുസരിച്ചാണെങ്കിലും പുതിയ വോട്ടർ പട്ടികയിൽ ഫോം 6 പ്രകാരം ചേർക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുന്നു. മായ രാംദാസിന്റെ എപിക് നമ്പർ IDZ 22726661 എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാമദാസിന്റേതായിട്ടുള്ള എപിക് നമ്പർ IDZ 22725565 എന്നിങ്ങനെ നമ്പർ കാണിക്കുന്നു. ഈ നമ്പർ വെച്ച് നമ്മൾ നടത്തിയ പരിശോധനയിൽ തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വോട്ട് ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതാണ് ഈ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇല്ലാത്ത ഫ്ളാറ്റിന്റെ പേരിൽ 2 ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ 2 ആളുകളുടെ വോട്ട്
ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ചേലൂർ ക്രോസ് കൺട്രി എന്ന് പറയുന്ന ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ പൂങ്കുന്നത്തും അയ്യന്തോളിലും ഉള്ള പ്രദേശങ്ങളിലുള്ള ഫ്ളാറ്റാണ്. മറ്റ് നിരവധി കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അവരവിടെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായി. പക്ഷേ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലെത്തി സെക്യൂരിറ്റി ജീവനക്കാരനുമായി നമ്മൾ സംസാരിച്ചു, അവിടുത്തെ ഫ്ളാറ്റിലുള്ള അന്തേവാസിയുമായി നമ്മൾ സംസാരിച്ചു. അവിടെ അങ്ങനെ ഒരു ഫ്ളാറ്റ് തന്നെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 13 അന്വേഷണത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ BLOമാർ ഇവിടെ എന്താണ് ചെയ്തതെന്നൊരു കാര്യമാണ്. കാരണം ഈ എല്ലാ കാര്യങ്ങളും പോയി കണ്ട് പരിശോധിച്ച് ഉറപ്പിച്ച് ഒരാളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നത് BLOമാരാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഫ്ളാറ്റ് തന്നെ ഇല്ലെങ്കിൽ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ളവരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടുന്നത് എന്നൊരു ചോദ്യം നിൽക്കുന്നില്ലേ? തീർച്ചയായും ചെയ്തു. അതുതന്നെയാണ് ഈ BLOമാർ എന്ന് പറയുമ്പോൾ പ്രാഥമിക ഘട്ട പരിശോധന നടത്തി അവരുടെ അപ്രൂവലിന് ശേഷമാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഒരാൾക്ക് ഇടം നേടാനാവുക. അങ്ങനെ പരിശോധിക്കുമ്പോൾ BLOമാർക്കും ഗുരുതരമായ വീഴ്ചകൾ അല്ലെങ്കിൽ ഗുരുതരമായ പിഴവുകൾ, അതുമല്ലെങ്കിൽ ബോധപൂർവമായ പിഴവ്, ഇനിയും അതുമല്ലെങ്കിൽ നോട്ടപ്പിശക്, ഇതിലേത് ഗണത്തിൽ പെടുത്തണമെന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ